സ്റ്റുഡിയോയിലേക്ക്. സ്റ്റെതസ്കോപ്പും ബ്രഷും തനിക്ക് ഒരുപോലെ വഴങ്ങുമെന്ന ഷാർജയിലെ മലയാളി ഡോക്ടർ പി ശ്രീകുമാർ തെളിയിക്കുന്നു. ഇതിനു സാക്ഷി ഇദ്ദേഹം തീർത്ത ചിത്രങ്ങളും തേടി വരുന്ന രോഗികളും. നിറങ്ങൾ നഷ്ടപ്പെട്ട് നരച്ചുപോയൊരു ലോകമാണ് രോഗികൾക്കുള്ളത്. ആതുര സേവനത്തിനിടയിൽ തന്റെ ഭാവനകൾക്ക് നിറം നൽകി രോഗം കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ കടുത്ത നിറങ്ങൾ പകരുകയാണ് ഇവിടെയൊരു ഡോക്ടർ. രോഗികളുടെ ഹൃദയതാളം പരിശോധിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് ഡോക്ടർ ശ്രീകുമാർ ചിത്രങ്ങൾ രചിക്കുന്നതും. ഷാർജയിൽ ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണറായ ഇദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് തുടങ്ങിയതാണ് നിറങ്ങളും ചിത്രങ്ങളുമായുള്ള ഈ ചങ്ങാത്തം. രവിവർമ്മ ചിത്രങ്ങളുടെ ആരാധകനാണ് ഡോക്ടർ ശ്രീകുമാർ. രാജ രവിവർമ്മയുടെ നിരവധി ചിത്രങ്ങൾ പകർത്തിയെഴുതിയതും ഇതേ ആരാധന കൊണ്ട്. പ്രകൃതി ദൃശ്യങ്ങളിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വരയുടെ തുടക്കം. നിറങ്ങളുടെ ധാരാളിത്തത്തിൽ തീർക്കുന്ന ഓരോ ചിത്രവും ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ടത്. എങ്കിലും ഛായാചിത്രങ്ങളാണ് തന്നെ ഏറെ തൃപ്തനാക്കുന്നത് എന്ന് ശ്രീകുമാർ പറയുന്നു. വളരെ ചെറുപ്പത്തിൽ 3 വയസ്സ് മുമ്പോട്ടേ വരയ്ക്കുമെന്ന് അമ്മ പറയുന്നത്. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ രവിവർമ്മയുടെ പടങ്ങൾ നാട്ടിലൊക്കെ കാണുന്ന പേപ്പറിൽ വരുന്ന പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ കലണ്ടറോ ഒക്കെ നോക്കി അത് കോപ്പി ചെയ്ത് അങ്ങനെ വരച്ച് പഠിച്ചത്. ഞാനല്ല ഫോർമൽ ട്രെയിനിങ് ഒന്നും എനിക്കില്ല. പിന്നെ പല മീഡിയങ്ങൾ ആദ്യം വാട്ടറിൽ തുടങ്ങി, പോസ്റ്ററിൽ ചെയ്തു, പിന്നെ കുറച്ച് ഓയിൽ ട്രൈ ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അക്രിലിക് ട്രൈ ചെയ്യുന്നു. അക്രിലിക് ആകുമ്പോൾ എളുപ്പം ട്രൈ ചെയ്യും, നമുക്ക് എളുപ്പം വരച്ച് പുതിയ പുതിയ പെയിൻറ്റിങ്സ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരായിട്ടൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ കാണാൻ പോകും, ഗാലറീസിൽ പോകും. പിന്നെ അങ്ങനെയാണ് ഈ പുതിയ പല മീഡിയവും അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനൊക്കെ തുടങ്ങിയത് ഇപ്പം അടുത്തിടെയായിട്ടാണ്. അപ്പം ഇനി ഈ റിപ്രൊഡക്ഷൻസ് അല്ലാണ്ട് ഇപ്പോൾ ഇത് രവിവർമ്മയുടെ വളരെ ഫേമസ് പെയിൻറ്റിങ്ങാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മളുടെ ഒരു കണക്കിൻ്റെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോമിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ചെയ്ത് പഠിക്കുന്ന പോലെ. അപ്പം നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളെ കൊണ്ട് ഇത്രയും പറ്റും. പിന്നെ നമുക്കത് പല പുതിയ പെയിൻറ്റിങ്സിലും നമ്മുടേതായിട്ടുള്ള പെയിൻറ്റിങ്സിൽ എടുക്കാം. അപ്പം പഴയ പെയിൻറ്റിങ്സ് ഒരുപാട് റിപ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു എക്സസൈസ് പോലെയാണ്. അത് കഴിയുമ്പോൾ പിന്നെ പുതിയ നമ്മുടേതായിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യും. പ്രശസ്ത സിനിമാ താരം മാവേലിക്കര പൊന്നമ്മയുടെ ചെറുമകനാണ് ശ്രീകുമാർ. ജലച്ചായത്തിലായിരുന്നു ചിത്രം വരയിൽ ഇദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് എണ്ണച്ചായത്തിലേക്ക് മാറി. ഇപ്പോൾ അക്രിലിക്കിലാണ് ഇദ്ദേഹം ചിത്രങ്ങൾ രചിക്കുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീകുമാർ UAE-യിലെത്തുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് 70ഓളം ചിത്രങ്ങളാണ് ഇദ്ദേഹം വരച്ചത്. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലായി നിരവധി ചിത്ര പ്രദർശനങ്ങളും ഡോക്ടർ ശ്രീകുമാറിന്റേതായി വന്നു കഴിഞ്ഞു. എനിക്ക് പൊതുവെ റിയലിസ്റ്റിക് പെയിന്റിങ്സ് ആണ് ഇഷ്ടം. കാര്യം ഓഫ് കോഴ്സ് മേ ബി നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടായിരിക്കും, വലിയ ഇമാജിനേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് മോഡേൺ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത്. റിയലിസ്റ്റിക് ആകുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ കണ്ടൊരു സാധനം പലതും പേപ്പറിൽ വരുന്ന ക്ലിപ്പിങ്സ് ആയിരിക്കും. ആ ക്ലിപ്പിങ്സ് വെട്ടി വെച്ചിട്ട് എനിക്ക് വലിയൊരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ട്, വലിയൊരു സ്ക്രാപ്പ് ആൽബം ഉണ്ട്. അതിൽ നമുക്ക് ചില സമയത്ത് തോന്നി ഇതൊന്ന് പടമാക്കിയാൽ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ അത് നോക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് റിയലിസ്റ്റിക് അങ്ങനെ തന്നെ വരുന്നത്. പിന്നെ കളേഴ്സ് ചെറിയൊരു എനിക്കൊന്ന് അക്രിലിക് പെയിൻറ്റിങ് ഉപയോഗിക്കുന്നതിൻ്റെ ഡ്രോബാക്കും ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. ഈ അക്രിലിക് പെയിൻറ്റിങ് അല്പം ഫ്ലാഷി കളേഴ്സാണ്. അപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നാൽ പോലും പിന്നെ റിയലിസ്റ്റിക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പോസിറ്റീവ് ഒരു ഫീല് പെയിൻറ്റിങ്സിന് കൊടുക്കണം. ഒരു ഡൾ ആവുന്തോറും നമ്മുടെ മനസ്സിന് ഒരു ഇരുണ്ടു പോകുന്നൊരു വിഷമം. അതുകൊണ്ടാണ് അങ്ങനെ കളേഴ്സ് കൂടുന്നത് എൻ്റെ പെയിൻറ്റിങ്ങിൽ. ഹേമയാണ് ശ്രീകുമാറിന്റെ ഭാര്യ. ഷാർജ അവറോൺ സ്കൂൾ വിദ്യാർത്ഥിയായ ഏകമകൻ അർജുനും ഇപ്പോൾ അച്ഛനു പുറകെ വരയുടെ വഴിയിൽ തന്നെ. ഖത്തർ വഴി